കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകൾ ഒരു ചോദ്യോത്തര പരിപാടിയായിട്ടാണ് ഈ പഠന പരമ്പര നടത്തിയത്. അത് തൽക്കാലം ഒരു അവധി കൊടുക്കുകയാണ്. ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം അത് വീണ്ടും ആവർത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നിങ്ങൾ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ വിളിച്ച് അറിയിക്കാവുന്നതാണ്. അതിന് തക്കതായ മറുപടി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നൽകാൻ പരിശ്രമിക്കുന്നതായിരിക്കും. ഇന്നു മുതൽ നമ്മളൊരു പുതിയ വേദപഠന പരമ്പര ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും അനേകം സഭകളുണ്ട്, അനേകം തരം ഉപദേശങ്ങൾ. അപ്പോൾ ഈ ഉപദേശങ്ങളിൽ എങ്ങനെയാണ് സത്യോപദേശം നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു ചർച്ച് ഒരു ഒതൻറ്റിക് ചർച്ചാണോ എന്ന് എങ്ങനെ അറിയാം? വേദപുസ്തകത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ദൈവം ആരാണ്? ഇങ്ങനെ വേദശാസ്ത്രപരമായ അനേകം ചോദ്യങ്ങൾ ഓരോ വിശ്വാസിയും നിശ്ചയമായി മനസ്സിലാക്കിയിരിക്കേണ്ട, അവൻ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഈ വേദശാസ്ത്ര പരമ്പര, ഒരു വേദശാസ്ത്ര പഠന പരമ്പര നമ്മൾ ആരംഭിക്കുകയാണ്. ഇത് ഏതാനും ആഴ്ചകൾ തുടർന്നേക്കാം എന്ന് വിചാരിക്കുന്നു. എത്ര ആഴ്ചകൾ ഇത് മുമ്പോട്ട് പോകുമെന്ന് അറിയില്ല. പക്ഷേ വളരെ ലഘുവായിട്ടായിരിക്കും, അതായത് വളരെ ചുരുക്കമായിട്ടായിരിക്കും ഇത് പറയുന്നത്. വളരെ വിശദമായൊരു പഠനം ഉദ്ദേശിക്കുന്നില്ല. വളരെ ലഘുവായൊരു പഠനമാണ്. പ്രധാനപ്പെട്ട പോയിൻറ്റുകളിലൂടെ മാത്രമായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. എങ്കിലും നിങ്ങൾ വേദപഠനം ശരിയായ രീതിയിൽ ഗൗരവത്തോടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ വേദപുസ്തകത്തിൽ ഇപ്പോൾ പല രീതിയിൽ ബൈബിളിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. പല രീതിയിൽ നമ്മൾ ബൈബിൾ പഠിക്കാൻ ശ്രമിക്കുന്നവരാണ്. ചിലർ വേദപുസ്തകം വായിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കയ്യിൽ കിട്ടുന്നത് ഒരു പാസേജ് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു എന്ന സന്തോഷത്തോടെ അവർ കടന്നു പോകുന്നു. അത് അന്നന്നത്തെ ആഹാരം പോലെയാണ്, ഡെയിലി ബ്രെഡ് പോലെയാണ്. എന്നാൽ വേറെ ചില ആൾക്കാർ അങ്ങനെയല്ല. അവർ തുടക്കം മുതൽ ഒടുക്കം വരെയും ഇങ്ങനെ വായിച്ച് വിടുകയാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി വലിയൊരു പിക്ചർ കിട്ടുമെങ്കിലും അവരും ചിലപ്പോൾ ആദ്യം വായിച്ചത് പിന്നീട് മറന്നു പോകാം. ഇത് മുഴുവൻ വായിച്ച് തീരുമ്പോഴേക്കും ഒരു പക്ഷേ ആദ്യം എന്തൊക്കെയാണ് വായിച്ചതെന്ന് ഓർമ്മിക്കണമെന്നില്ല, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നില്ല, വാക്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാകണമെന്നില്ല. ഇപ്പോൾ ഉൽപ്പത്തിയിൽ ഇന്ന് വായിച്ച വാക്യം ഇന്ന് വായിച്ച ഒരു 6, 8, 10 മാസം കഴിഞ്ഞ് നിങ്ങൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഈ വാക്യം അവിടെ കണ്ടതായി ഓർക്കാൻ സാധ്യതയില്ല. ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നും ബൈബിളിൻ്റെ ആസ് എ ഹോൾ പിക്ചർ എന്താണെന്നും മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അന്നന്നത്തുള്ള നറിഷ്മെൻറ്റ് കിട്ടുവാൻ ഇങ്ങനെ വായിച്ചാൽ മതിയെങ്കിലും നമുക്ക് ഉത്തരങ്ങൾ, അതായത് നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, ദൈവം ആരാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ കഷ്ടത ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ദൈവം ഈ കഷ്ടത എടുത്തു മാറ്റാത്തത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിശ്വാസം എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത്, ദൈവം എങ്ങനെയാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്, എങ്ങനെയാണ് മക്കളാക്കി മാറ്റുന്നത്, ഇങ്ങനെ അടിസ്ഥാന വേദോപദേശങ്ങൾ അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു ജീവിതകാലത്തെ അധ്വാനമായിരിക്കും. അതുകൊണ്ട് നമ്മൾ വ്യവസ്ഥാപിതമായി രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ബൈബിൾ എന്ന വിഷയത്തെക്കുറിച്ച്, വേദപുസ്തകം എന്ന വിഷയത്തെക്കുറിച്ച്, ദൈവം ആരെന്ന് ഉള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ പഠനമാണ് നമ്മൾ ഈ ഒരു പഠന പരമ്പരയിൽ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ പ്രധാനമെന്ന് ചിന്തിക്കുന്നു. കാരണം പലതരത്തിലുള്ള ദുരുപദേശങ്ങൾ വരുന്നതുകൊണ്ട് ട്രഡീഷണൽ ക്രിസ്ത്യൻ ഇൻ്റർപ്രിട്ടേഷൻ, പ്രൊട്ടസ്റ്റൻ്റ് ഇൻ്റർപ്രിട്ടേഷൻ, അതായത് റീഫോംഡ് ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം എന്താണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പ്രധാന വിഷയങ്ങൾ, വേദപുസ്തകത്തിൽ ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെ നമുക്ക് 7 പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് നമുക്ക് വേർതിരിക്കാം. അതായത് വേദപുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 7 ഉപദേശങ്ങളുണ്ട്, 7 കാര്യങ്ങളെക്കുറിച്ചുള്ള ഉപദേശം. ഒന്നാമത് വേദപുസ്തകത്തെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളതാണ്. അവിടെയാണ് ഇതെല്ലാം തുടങ്ങുന്നത്. വി ഓപ്പൺ ദ ബൈബിൾ ആൻഡ് സ്റ്റാർട്ട് റീഡിങ്.
അവിടെയാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് വേദപുസ്തകത്തെ നമ്മൾ എങ്ങനെ കാണണമെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് ദൈവത്തെക്കുറിച്ചാണ്. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലോ വേദപുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വേദപുസ്തകത്തോട് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്ത് നടക്കുന്നു എന്നുള്ളതിനേക്കാളും വലിയൊരറിവാണ് ദൈവം ആരാണെന്നുള്ളതിൻ്റെ അറിവ്. നിങ്ങൾക്ക് ഒരു വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തറിയാനാണ് ആഗ്രഹം? ദൈവം നിങ്ങളോട് എന്ത് പറയുന്നു എന്നറിയാനാണോ? ദൈവം ആരാണെന്ന് അറിയണമെന്നാണോ? ഏറ്റവും ശ്രേഷ്ഠമായ അറിവെന്ന് പറയുന്നത് ദൈവം ആരാണ്, ഈ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവത്തിന് എന്നോടുള്ള ബന്ധം എന്താണ്, എന്നോടുള്ള സ്നേഹം എന്താണ്, ക്യാരക്ടർ എന്താണ്, ഇതൊരു വെളിപ്പാടായിട്ട് നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. കാരണം കർത്താവ് പറയുന്നത് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചവനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണെന്നാണ്. അപ്പോൾ നിത്യജീവൻ നമ്മൾ അനുഭവിക്കുന്നത് ഈ ക്രിസ്തു ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ ഒരു രീതിയിൽ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയുക എന്നുള്ള നമ്മുടെ ഏറ്റവും പരമമായി ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹൂ ഈസ് അവർ ഗോഡ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. ടു നോ ഗോഡ് ത്രൂ ദ സ്ക്രിപ്റ്റേഴ്സ്. ഇപ്പോൾ സ്ക്രിപ്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ വെളിപ്പാട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കാണാവുന്ന ഒരു രൂപത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ബൈബിളിലൂടെയാണ്. ഈ ഒരു വെളിപ്പാട് നമ്മൾ എങ്ങനെ എടുക്കണം, എത്ര ഗൗരവം അതിന് കൊടുക്കണം, എത്രമാത്രം സത്യം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നും നാളെയുമായിട്ട് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. ദൈവവചനം എന്ന പഠനം, ദൈവവചനത്തെക്കുറിച്ചുള്ള പഠനം, ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ദൈവവചനം എന്ന് പറഞ്ഞാൽ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം. ഓക്കെ, അത് ദൈവം സംസാരിച്ച വാക്കുകളാണ്. ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചതും ദൈവം എഴുതി നൽകിയതുമായ എഴുത്തുരൂപത്തിലുള്ളതും ശബ്ദരൂപത്തിലുമുള്ളതുമായ ദൈവത്തിൻ്റെ വചനം. സൃഷ്ടിച്ച വചനം നമുക്കറിയാം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ശബ്ദമാണ് ഉണ്ടാകട്ടെ, അത് സൃഷ്ടിക്കുന്ന വചനമായിരുന്നു. ഇതൊക്കെ കൂടാതെ യേശുക്രിസ്തുവിനെ വചനം എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു തന്നെയാണ് ദൈവത്തിൻ്റെ വചനം എന്നാണ്. യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള റെവലേഷൻ, വെളിപ്പാട് തന്നെ വചനം എന്ന വാക്കിലൂടെയാണ് യോഹന്നാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഈ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ യേശുക്രിസ്തുവാണ് വചനമെങ്കിൽ, യഥാർത്ഥ വചനമെങ്കിൽ, നമ്മൾ ഈ ബൈബിളെല്ലാം വായിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് യേശുവിനെയാണ്. അതായത് യഥാർത്ഥ വചനം കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്പോക്കൺ വേർഡ്, ദൈവം പറഞ്ഞ വാക്കുകളും എഴുതിയ വാക്കുകളും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബൈബിളായാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന വചനം നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ദ റിയൽ വേർഡ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി, ആരാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം സംസാര രൂപത്തിലും എഴുത്തു രൂപത്തിലും വെളിപ്പാടിൻ്റെ രൂപത്തിലും എല്ലാം പലതരത്തിലുള്ള വെളിപ്പാടുകളുടെ രൂപത്തിലും ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ ശബ്ദം മനുഷ്യനെ കേൾപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വചനം നമുക്ക് വെളിപ്പെട്ട് വരിക എന്നുള്ളതാണ്. യഥാർത്ഥ വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അപ്പോൾ വേദപുസ്തകം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതു വാക്യം വായിച്ചാലും അതെല്ലാം യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ വചനമായ പുത്രനിലേക്ക്, ദൈവമായ ആ പുത്രനിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അങ്ങോട്ടെത്തിക്കുന്ന രീതിയിലാണ് ഈ വേദപുസ്തകത്തിൽ ഓരോ പദവും ഓരോ വാക്യവും വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ കാണുന്നത് യഥാർത്ഥ വചനത്തിൻ്റെ, അതായത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. അത് സ്പോക്കൺ വേർഡായിട്ടും റിട്ടൺ വേർഡായിട്ടും സഫിഷ്യൻറ്റ് ഫോർ അസ്, നമുക്ക് എന്തുമാത്രം അറിയണോ അത്രയും കൃത്യമായി വെളിപ്പെടുത്തിയ ഒരു ക്രോഡീകരിക്കപ്പെട്ട എഴുത്തിലൂടെയും സംസാരത്തിലൂടെയും വന്ന ദൈവത്തിൻ്റെ വെളിപ്പാടാണ് നമുക്ക് ബൈബിളായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. എന്നാൽ നമ്മൾ വേർഡ് ഓഫ് ഗോഡ് ഇന്ന് നമ്മൾ പറയുമ്പോൾ, ദൈവവചനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച സങ്കേതത്തെയാണ് ഈ ദൈവവചനം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഇന്ന് അത് എന്തിനെ സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ റിട്ടൺ ഫോം ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് ദൈവം നമുക്ക് എഴുതി തന്ന, ദൈവം നമുക്ക് ബുക്ക് രൂപത്തിൽ തന്ന ആ ഒരു ബൈബിൾ, അതിനെയാണ് നമ്മൾ വേദവചനം എന്ന രീതിയിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വചനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം.
ഏതൊക്കെ പുസ്തകമാണ് ബൈബിളിലുള്ളത്? ഇതെങ്ങനെ ബൈബിളായി മാറി? പല ആൾക്കാരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഇത്രയും പുസ്തകമാണ് ബൈബിൾ എന്ന് മനസ്സിലായത്? 66 പുസ്തകങ്ങളുള്ള ഈ ബൈബിളിൽ ഇങ്ങനൊരു കാനോൻ ആരാണ് ഉണ്ടാക്കിയെടുത്തത്? ഇതാണ് ബൈബിൾ എന്ന് ആരാണ് നിർവഹിച്ചത്? അപ്പോൾ നമുക്കറിയാം, ഒരു 66 പുസ്തകങ്ങളുള്ള ഒരു ലിസ്റ്റാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. അതായത് 66 പുസ്തകങ്ങൾ ചേരുന്ന ഒരു വലിയ ബുക്കാണ് ബൈബിൾ. ഇത് ദൈവത്തിൻ്റെ എല്ലാ വാക്കുകളും, നമുക്ക് ഏതെല്ലാം വാക്കുകൾ വേണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ ആ എല്ലാ വാക്കുകളും ഈ ബൈബിളിൽ അടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ പൂർണ്ണമാണ്. ഇപ്പോൾ ബൈബിളിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ വചനമുണ്ട്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് മാത്രമല്ല, ദൈവം നമ്മെക്കുറിച്ച് എത്രയെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ദൈവത്തെക്കുറിച്ച്, അതെല്ലാം ഈ ബൈബിളിലുണ്ട്. അതായത് ഒന്നിനും കുറവില്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള വചനമായിട്ടാണ് നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനത്തെ കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഈ ലോകത്ത് ദൈവത്തെ എന്തുമാത്രം അറിയണം, വിശുദ്ധ ജീവിതം നയിക്കാൻ എന്ത് ചെയ്യണം, കർത്താവിനെ പ്രസാദിപ്പിക്കാൻ എന്ത് ചെയ്യണം, നമുക്ക് സ്പിരിച്വൽ നറിഷ്മെൻറ്റിന് വേണ്ട എല്ലാ ഉപദേശങ്ങളും ആവശ്യമായതെല്ലാം ഈ വേദപുസ്തകത്തിലുണ്ട്. നമ്മൾ എന്തറിയണമോ അതെല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ എന്തറിയണ്ട എന്ന് ദൈവം ആഗ്രഹിക്കുന്നോ അത് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അനേകം സംശയങ്ങൾ നമുക്കുണ്ട്. ഈ തിന്മ എങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടായി? ബൈബിളിൽ ആ തിന്മയുടെ എസെൻഷ്യൽ ഒറിജിൻ, അതായത് അത് യഥാർത്ഥത്തിൽ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ള കാര്യം ബൈബിൾ വെളിപ്പെടുത്തിയിട്ടില്ല. സാത്താൻ എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ള കാര്യം ബൈബിൾ വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മളത് അറിഞ്ഞിരുന്നില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. സാത്താൻ എങ്ങനെ ഉണ്ടായി? സാത്താൻ്റെ മനസ്സിൽ ഒരു ഈവിൽ തോട്ട് എങ്ങനെ ഉണ്ടായി? അത് എവിടെ നിന്ന് വന്നു ആ ഈവിൽ തോട്ട്? ദൈവം എങ്ങനെയാണ് അത് അനുവദിച്ചത്? ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന അറിവുകൾ അല്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദപുസ്തകം നമുക്ക് ഒരൊറ്റ സംഭവത്തെ അനാവരണം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്ന റിഡംറ്റീവ് ഹിസ്റ്ററി, അതായത് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു അധ്വാനമാണ്. ആ പ്രവൃത്തിയാണ്, രക്ഷാകര പ്രവൃത്തിയുടെ വളരെ ബൃഹത്തായ ഒരു വിശദീകരണമാണ് ഈ ബൈബിൾ മുഴുവൻ നൽകുന്നത്. പാപിയായ മനുഷ്യനെ തേടി വരുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ ബൈബിളിൽ മുഴുവൻ. നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ അനുദിന ആശ്വാസത്തിന് വേണ്ടിയുള്ള വാക്യങ്ങളാണ് അതിൽ തിരയുന്നതെങ്കിലും ശരിക്കും ബൈബിൾ നമ്മോട് പറഞ്ഞു തരുന്നത് മനുഷ്യനെ രക്ഷിക്കാൻ, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് പെട്ട പാടുകളെക്കുറിച്ചാണ്. അതായത് മനുഷ്യൻ്റെ ആ പാപം എന്ന അതിഭയങ്കരമായ ദൈവവിരോധത്തെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് കർത്താവ് ഇറങ്ങി വന്നതെന്നും എങ്ങനെയാണ് അവനെ സ്വന്തമാക്കിയതെന്നും അതിനുവേണ്ടി കർത്താവ് അനുഭവിച്ച വേദനകളുടെ, അല്ലെങ്കിൽ ആദ്യം മുതൽ ഉൽപ്പത്തി മുതലേ നമ്മളത് കാണുന്നുണ്ട്. ദൈവം മനുഷ്യനെ കൊണ്ട് അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് കാണുന്നുണ്ട്. ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു റിഡംറ്റീവ് ഹിസ്റ്ററി, മനുഷ്യനെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പഠനം കൂടിയാണ് നമ്മൾ ഈ ബൈബിളിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ അറേഞ്ച് ചെയ്തെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതായത് എന്താണ് ഇതിൻ്റെ ഒതൻറ്റിസിറ്റി? ഇതാണ് ബൈബിൾ എന്നെങ്ങനെ പറയാം? ഇന്ന് റോമൻ കാത്തലിക് ചർച്ചുകളൊക്കെ പറയുന്നത് ബൈബിളിനേക്കാളും വലുത് സഭയാണ് തീരുമാനിച്ചത് എന്താണ് ബൈബിൾ എന്നുള്ള കാര്യം. പ്രിയ സഹോദരങ്ങൾ, അതിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത്, ഈ ബൈബിളിന് അങ്ങനെ ആർബിട്രറി ആയിട്ട് ഇതാണ് ബൈബിൾ, ഒരു സഭയ്ക്ക്, ഏതെങ്കിലും ഒരു സഭയ്ക്ക് ഇതാണ് ബൈബിൾ എന്ന് ആധികാരികമായി തീരുമാനിക്കാനുള്ള കഴിവില്ല. ഏത് സഭ എടുത്താലും, ഇപ്പോഴത്തെ കത്തോലിക്ക സഭ എടുത്താലും ഇന്നതൊന്നും ബൈബിളല്ല, ഇന്നതൊക്കെ ബൈബിളാണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കില്ല. അതിന് ഒരു മെഷറിംഗ് റോഡുണ്ട്, ഒരു കാനോൻ എന്ന് പറയും. ഈ കാനോൻ എന്ന് പറയുന്നത് അത് ഉരുത്തിരിഞ്ഞ് വന്ന ഒരാശയമാണ്. അതായത് എങ്ങനെയാണ് ബൈബിൾ, ഈ ഒരു ബുക്ക്, കാനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷറിംഗ് റോഡ് എന്നാണ് അർത്ഥം. നമ്മൾ അളന്ന് നോക്കണം ഓരോ പുസ്തകവും. ആ മെഷറിംഗ് റോഡ് വെച്ച് അളന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ കാനോനിസിറ്റി, അതിൻ്റെ ഒതൻറ്റിസിറ്റി മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെദർ ഇറ്റ് ഈസ് റിട്ടൺ ബൈ ആൻ അപ്പോസിൽ ഓർ ബൈ ദ കൺഫർമേഷൻ ഓഫ് ദ അപ്പോസിൽ എന്നുള്ളതാണ്. അതായത് ബൈബിളിലെ പുസ്തകങ്ങൾ, പുതിയ നിയമ പുസ്തകങ്ങൾ പ്രത്യേകിച്ചും അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ടതാണ്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കൺഫർമേഷനാൽ അവരുടെ തൊട്ടടുത്ത അനുചരന്മാർ എഴുതിയതാണ്. ഈ ഒരു കാര്യം നമ്മൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, അപ്പോസ്തോലിക ഉപദേശം എന്ന് പറയുന്നത് ഈ ആദ്യകാല അപ്പോസ്തലന്മാരോ അവരുടെ ശിഷ്യന്മാർ, ഇമ്മീഡിയറ്റ് ശിഷ്യന്മാർ അവരുടെ കൺകറൻസോടു കൂടി, അവരുടെ അനുവാദത്തോടു കൂടി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആ കാര്യം, അത് ഒരു മെഷറിംഗ് റോഡിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോസ്റ്റോലിസിറ്റി, ഈസ് ഇറ്റ് റിട്ടൺ ബൈ ആൻ അപ്പോസിൽ ഓർ ബൈ എ ഫോളോവർ ഓഫ് അപ്പോസിൽ വിത്ത് ദ കൺകറൻസ് ഓഫ് ദാറ്റ് അപ്പോസിൽ. അതായത് അപ്പോസ്തലന്മാർ അറിഞ്ഞിരുന്നുകൊണ്ട് അവരോ അവരുടെ
തൊട്ടടുത്ത ശിഷ്യന്മാരോ അവർക്ക് വേണ്ടിയോ എഴുതി സഭയ്ക്ക് കൊടുത്ത എഴുത്തുകളെയാണ് ഈ കാനോനികം എന്ന് പറയുന്ന അതിൻ്റെ ഒരു മെഷർ അതാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ ബൈ ആൻ അപ്പോസിൽ, അത് ദൈവത്തിൻ്റെ വചനമല്ല. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, 1-ാം നൂറ്റാണ്ടിന് ശേഷം എഴുതിയ, അതായത് അപ്പോസ്തലന്മാർ മരിച്ച ശേഷം എഴുതിയ ഒരു പുസ്തകവും ബൈബിളിൻ്റെ ഭാഗമല്ല. അപ്പോൾ 1-ാമത്തെ സെഞ്ചുറിയിൽ സഭയ്ക്ക് അറിയാമായിരുന്ന പുസ്തകങ്ങൾ, 1-ാം സെഞ്ചുറി കഴിഞ്ഞപ്പോൾ ആ സഭയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ, അപ്പോസ്തലന്മാരുടെ ജീവിതകാലത്ത് അപ്പോസ്തലന്മാരാൽ എഴുതിയെന്ന് തെളിവുള്ള ഉറപ്പുള്ള പുസ്തകങ്ങൾ, അവരെയാണ് നമ്മൾ കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഈ കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ കാണുന്ന ഈ സഭയ്ക്കല്ല അതിന്മേലുള്ള അധികാരം ഉണ്ടായിരുന്നത്, അത് പഠിപ്പിച്ച അപ്പോസ്തലന്മാർക്കാണ്. അതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ. സഭയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ അപ്പോസ്തലന്മാർ നമുക്ക് നൽകിയ ഉപദേശമാണ്. അപ്പോൾ ഒരു ലേഖനം എഴുതുമ്പോൾ ആ ലേഖനം 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഒരു ലേഖനമായിരിക്കണം. അത് ഈ അപ്പോസ്തലനോ അല്ലെങ്കിൽ അപ്പോസ്തലൻ്റെ ഒരു ശിഷ്യനോ അവരുടെ കൺകറൻസോടുകൂടി എഴുതിയതാണെന്ന് നമുക്ക് അന്നത്തെ കാലത്തെ വിറ്റ്നസിങ് ഉണ്ടാകണം. ഇത് ഒരു മെഷറിംഗ് റോഡാണ്. ഇതിന് നമ്മൾ അപ്പോസ്റ്റോലിസിറ്റി എന്നാണ് പറയുന്നത്. അതുപോലെ ആദിമകാല സഭ, ഫസ്റ്റ് ചർച്ച്, ഈ ഫസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ മരിച്ച ശേഷം, അതായത് 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ സഭകളിൽ ദൈവവചനം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്, അവരാണ് ആ സഭയിൽ അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്ന ഒന്നാണ് ഈ കാനോൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭയ്ക്ക് ഇന്ന് ആർബിട്രറി ആയിട്ട് ഇത് വചനമാണ് ഇത് വചനമല്ല എന്ന് തീരുമാനിക്കാനുള്ള അധികാരമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു സഭയാണ് വചനത്തെക്കാളും വലുതെന്ന്. പക്ഷെ സഭയ്ക്ക് അതിനുള്ള അധികാരമില്ല, തിരിച്ചാണ് അധികാരം. അതായത് ഒരു വചനമാണ് തീരുമാനിക്കുന്നത് ഒരു സഭ എങ്ങനെ പോകണമെന്ന്, ഒരു സഭ എങ്ങനെ ഭരിക്കപ്പെടണം. കാരണം അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് നൽകപ്പെട്ടത് തന്നെ സഭയുടെ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയാണ്. ഈ സഭയുടെ ഫൗണ്ടേഷൻ ഇടുന്നതും അപ്പോസ്തലന്മാർ ഇത് എഴുതുന്നതും ഒരേ സമയത്താണ്. അപ്പോസ്തലന്മാർ ഇത് എഴുതുന്നത് എന്തിനു വേണ്ടിയാണ്? ഓരോ ദേശത്തും സഭകൾ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എഴുതുന്നതിൻ്റെ കൂടെയാണ് ഈ സഭാ സ്ഥാപനവും നടക്കുന്നത്. അപ്പോൾ ഓരോ സഭയും പണിയപ്പെടുമ്പോൾ അതെങ്ങനെ വേണമെന്നുള്ള അപ്പോസ്റ്റോലിക് ഇൻസ്ട്രക്ഷൻസ് അത് ഇന്നും വാലിഡാണ്. അപ്പോൾ ഇന്നത്തെ സഭയ്ക്ക് ഇത് അപ്പോസ്തലികമല്ലെന്നോ ഇത് ഞങ്ങൾക്ക് വേണ്ടെന്നോ ഇത് ബൈബിൾ അല്ലെന്നൊന്നും പറയാനുള്ള റൈറ്റ് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അത് നേരത്തെ തന്നെ ഈ അപ്പോസ്തലന്മാർ ഇതിന് അടിസ്ഥാനമായി ഇട്ട വാക്യങ്ങളാണ് നമുക്ക് വേദപുസ്തകത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും കാത്തലിക് ചർച്ച് ആർഗ്യൂ ചെയ്യുന്ന പോലെ സഭ എന്ന് പറയുന്നത്, അതായത് വിസിബിൾ ലോക്കൽ സഭ, ഈ വിസിബിൾ ലോക്കൽ സഭ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന കത്തോലിക്ക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ചിന് വേദപുസ്തകത്തെക്കാൾ വലിയൊരു അധികാരമില്ല. കാരണം അത് എഴുതിയത് അടിസ്ഥാനമായ കാര്യങ്ങൾ അപ്പോസ്തലന്മാർ എഴുതി തന്നാണ്. അതിൽ മാറ്റം വരുത്താൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് സഭയ്ക്ക് വചനത്തിന്മേലല്ല, വചനത്തിന് സഭയുടെ മേലാണ് അധികാരം. ഞാൻ സംസാരിക്കുന്നത് ലോക്കൽ സഭയെക്കുറിച്ചാണ്. ഒരു ലോക്കൽ സഭ അല്ലെങ്കിൽ കുറേ സഭകൾ ചേർന്ന് ഉണ്ടാകുന്ന ഒരു അസംബ്ലി, ഈ അസംബ്ലിക്ക് വചനം ഇതാണോ അല്ല എന്നൊന്നും പറയാനുള്ള റൈറ്റ് ഇല്ല. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വചനത്തിന് അധികാരം ഉണ്ട് താനും. നിങ്ങൾ പറയുന്നത് ശരിയോ തെറ്റോ? കാരണം അപ്പോസ്തലന്മാർ തുടങ്ങുമ്പോൾ അപ്പോസ്തലന്മാർ നമുക്ക് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ വേണം, അങ്ങനെ വേണ്ട, ഇതാണ് ഇതിൻ്റെ തത്വങ്ങൾ. അത് അന്ന് പറഞ്ഞ് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കാത്തലിക് ചർച്ചിനെയും ഓർത്തഡോക്സ് ചർച്ചിനെയൊക്കെ അപ്പോസ്തോലിക സഭകളെന്നും ഈ മറ്റ് ഫ്രീ ചർച്ചുകൾ, അതായത് ബ്രദറൻ, ബാപ്റ്റിസ്റ്റ്, പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളെല്ലാം സാധാരണ സ്വതന്ത്ര സഭകളെന്നും അല്ലെങ്കിൽ കോൺഗ്രിഗേഷണൽസ് ഒക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ ശരിക്കും എന്താണ് ഈ അപ്പോസ്തലിക സഭ? അപ്പോസ്തലിക സഭ എന്നുള്ളതുകൊണ്ട് കാത്തലിക് ചർച്ചും ഓർത്തഡോക്സ് ചർച്ചും ഉദ്ദേശിക്കുന്നത് കൈവെപ്പ് വഴി വന്ന സഭ എന്നാണ്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനം കൈവിട്ടപ്പെട്ടു പോകാതെ അതേ ഉപദേശം പഠിപ്പിക്കുന്നവരെയാണ് അപ്പോസ്റ്റോലിക് ചർച്ച്. അപ്പോൾ ശരിക്കും അപ്പോസ്തലിക സഭ എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം പഠിപ്പിക്കപ്പെടുന്ന സഭയാണ്. അപ്പോൾ വേദപുസ്തകത്തിലൂടെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങൾ ഓൾറെഡി യഹൂദന്മാരുടെ ഒരു കാനോനുണ്ട്. അതുകൂടാതെ യേശു കർത്താവ് ശിഷ്യന്മാർ ഈ പഴയ നിയമത്തിലെ മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും കോട്ട് ചെയ്തിട്ടുണ്ട്. ദൈവവചനമെന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദ ഹോൾ ഓഫ് ദ ബൈബിൾ, പഴയ നിയമമായാലും പുതിയ നിയമമായാലും, നമ്മൾ നോക്കുന്നത് കർത്താവും അവൻ്റെ ശിഷ്യന്മാരും ഈ വചനത്തെ എങ്ങനെ കണ്ടു, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആളുകൾ അതിനെ എങ്ങനെ കണ്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാനോൻ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് യാതൊരു പുസ്തകത്തിൻ്റെയും ആവശ്യം ന്യൂ ടെസ്റ്റാമെൻറ്റിലേക്കോ ഓൾഡ് ടെസ്റ്റാമെൻറ്റിലേക്കോ ഇല്ല. ദൈവത്തിൻ്റെ വെളിപ്പാട്
പരിപൂർണമായിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ പരിപൂർണമായിരിക്കുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് ഈ വചനത്തിലൂടെ വചനത്തിൻ്റെ പരിജ്ഞാനത്തിലൂടെ കർത്താവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് പുതുതായി യാതൊരു അറിവിൻ്റെയും ആവശ്യം നമുക്ക് ഇല്ല. കാരണം അങ്ങനെ പുതുതായൊരു അറിവിൻ്റെ ആവശ്യം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ദൈവം ഈ 19 നൂറ്റാണ്ട് കാലം അത് ചിലർ അറിയണ്ടായെന്ന് വിചാരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ എസെൻഷ്യലായിട്ടുള്ള യാതൊരു ഡോക്ടറിനും ദൈവം അങ്ങനെ മറച്ചു വയ്ക്കുവാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ നിയമത്തിലെ ഒരു ഫൈനാലിറ്റി ഓഫ് റെവലേഷൻ ഓഫ് ഗോഡ്, അതിനുശേഷം ദൈവം സംസാരിക്കുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ട്, പക്ഷേ സ്ക്രിപ്ചർ നൽകുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, പഴയ നിയമത്തിലെല്ലാം മോശയോട് കർത്താവ് ഡയറക്റ്റ് വന്ന് സംസാരിക്കുമായിരുന്നു. ഓക്കെ, മോശ കർത്താവിൻ്റെ ശബ്ദം കേട്ടു, എഴുതി, കൽപ്പലകകൾ കൊണ്ടുവന്നു, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വെളിപ്പാടിൽ കർത്താവ് അന്ത്യകാലത്തെക്കുറിച്ച് പഠിപ്പിച്ച ശേഷം പിന്നെ ഒരു കാര്യം പോലും രേഖപ്പെടുത്തേണ്ടതായി നൽകിയിട്ടില്ല. അതായത് ദ റെവലേഷൻ ഹാസ് ബീൻ ക്ലോസ്ഡ് ഫൈനലി. ഇനി അത് കൂട്ടിച്ചേർക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ദ ബൈബിൾ ഈസ് എ ഫിനിഷ്ഡ് വർക്ക്, എ ഫിനിഷ്ഡ് ബുക്ക്. ഇതിന് ശേഷം ആരെന്തെഴുതിയാലും അത് ആപ്ലിക്കബിൾ അല്ല. പ്രിയ സഹോദരങ്ങളെ, റോമൻ കത്തോലിക്ക സഭ പറയുന്നത് ശരിയായിരുന്നെങ്കിൽ ഇന്നത്തെ പോപ്പിന് അല്ലെങ്കിൽ സഭയ്ക്ക് ഈ ബൈബിൾ വേണ്ടാന്ന് വെക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ പുതിയ 2 അധ്യായങ്ങൾ ചേർക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ ഈ അധ്യായം വേണ്ടാന്ന് പറയാൻ കഴിയുമായിരുന്നു. അവർക്കതൊന്നും കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബൈബിളിന്മേലല്ല അധികാരം, ബൈബിളിന് അവരുടെ മേലാണ് അധികാരം. ദൈവത്തിൻ്റെ വചനത്തിനാണ് സഭയുടെ മേൽ. സഭ ശരിക്കാണോ പോകുന്നത്, സഭ എങ്ങനെയാണ് പോകേണ്ടത്, സഭ പോകേണ്ട ഡയറക്ഷൻസ് എന്താണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനത്തിനൊരു അതോറിറ്റി ഉണ്ട്. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു രാജാവ് ഒരു കത്ത് നിങ്ങൾക്ക് തന്നുവിടുന്നു, അല്ലേ, വേണ്ട, രാജാവിൻ്റെ കാര്യം വേണ്ട, നമുക്ക് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കത്ത് വരുന്നു. പോലീസുകാരൻ പറയുന്നു നിങ്ങൾ ഇത്ര മണിക്ക് കോടതിയിൽ ഹാജരാവണം. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് സൗകര്യമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അധികാരം എവിടെ നിന്ന് വരുന്നതെന്നറിയോ? ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നതാണ്. അദ്ദേഹം ഒരു നമ്മളെപ്പോലെ പോലും ആരോഗ്യമില്ലാത്ത ഒരാളായിരിക്കും. അദ്ദേഹം പേപ്പറുമായിട്ട് വന്നപ്പോൾ അയാൾ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ അയാൾ നിൽക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്ലേസിലാണ്. ഒരു പോലീസുകാരൻ നമ്മളോട് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റാണ്. അത്ര അതോറിറ്റിയാണ് ആ വിളിക്ക്. കാക്കി ഇട്ടവൻ അല്ലേ, ഒരു കാര്യം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് നമ്മൾ വിളിക്കുന്നുണ്ട്, റിഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഡ്യൂട്ടിയെ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഇതുപോലെയാണ്. അത് പറയുന്നത് ദൈവം പറയുന്ന പോലെയാണെന്നാണ്. അതായത് ഒരു പോലീസുകാരൻ പറയുമ്പോൾ എങ്ങനെയാണത് ഗവൺമെൻറ് പറയുന്നത് പോലെ ആകുന്നത്, അതുപോലെ വേദപുസ്തകം നമ്മോട് സംസാരിക്കുമ്പോൾ അത് ദൈവം പറയുന്ന പോലെ തന്നെയാണ്. അതാണ് വേദപുസ്തകത്തിൻ്റെ അതോറിറ്റി. When the word of God speaks to us, it is like the Lord has spoken to us. അത്രയും പവറാണ് വചനം നമ്മോട് സംസാരിക്കുമ്പോൾ. ഇപ്പോൾ നമ്മളോട് വചനം ഒരു കാര്യം സംസാരിക്കുമ്പോൾ കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് പറയുവാണെങ്കിൽ ഞാൻ കേൾക്കാമെന്ന് പറയാൻ പറ്റില്ല. കാരണം നേരിട്ട് പറയുന്നതിനേക്കാളും അധികാരമാണ് എഴുതി നൽകപ്പെട്ട ലിഖിതങ്ങൾക്ക്. ഒരു പ്രവാചകൻ വന്ന് തലയിൽ കുലുക്കി പറയുന്ന കാര്യങ്ങളെക്കാളും എത്രയോ പ്രഷ്യസാണ് ദൈവം തലമുറകളായി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന വേദപുസ്തകം. അപ്പോൾ അതോറിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 തിമോഥെയോസിൻ്റെ 3:16 എപ്പോഴും വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്തിനൊക്കെ പ്രയോജനപ്പെടുന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇറ്റ് ഹാസ് ആൻ അതോറിറ്റി ടു സ്പീക്ക് ടു പീപ്പിൾ ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്. ദൈവം തന്ന പുസ്തകമായതുകൊണ്ട് ഏത് സമയത്തും ദൈവത്തിൻ്റെ വില്ല് വെളിപ്പെടുത്തുവാൻ അതിലുള്ള അധികാരം, നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാനുള്ള അധികാരം ബൈബിളിനുണ്ട്. ഇറ്റ്സ് ദ അതോറിറ്റി ഓഫ് ദ ബൈബിൾ ഓവർ us. വി ആർ സബ്ജക്റ്റഡ് ടു ദാറ്റ് അതോറിറ്റി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ വചനത്തിലെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അനുസരിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തെ അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്ന പോലെയാണ്. അതാണ് വചനം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദപുസ്തകത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ അതോറിറ്റി, അതുപോലെ എൻ്റെ കാനോൻ, അതുപോലെ വേർഡ് ഓഫ് ഗോഡ് എന്താണ് എന്നുള്ള കാര്യം. ഇനി നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നെറാൻസി എന്ന ഒരു വാക്കാണ്. ഇന്നെറാൻസി, അതായത് വേദപുസ്തകത്തിൽ മിസ്റ്റേക്കുകളില്ല എന്നുള്ളതാണത്. അതായത് ഒരു വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ അതായത് ദൈവം അവർക്കത് നൽകുന്ന ആ മാനുസ്ക്രിപ്റ്റിൽ ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല. ദൈവം ബൈ ഹിസ് ഡിവൈൻ പ്രൊവിഡൻസ് ഹി എൻഷുവേർഡ് ദാറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് റീച്ചസ് പെർഫെക്റ്റ്ലി വിത്തൗട്ട് ആൾട്ടറേഷൻ. ഒരു വ്യതിയാനവുമില്ലാതെ ദൈവത്തിൻ്റെ വചനം മനുഷ്യർക്ക് ലഭിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചതുകൊണ്ട്
ഇൻഎറൻസി ഓഫ് ദ സ്ക്രിപ്ചർ, അതായത് വചനത്തിൽ തെറ്റില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ഇതിനകത്ത് ശാസ്ത്രം ഒന്നും ശരിക്കല്ല പറയുന്നത്, ഭൂമി ഉരുണ്ടതാണെന്ന് ബൈബിൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഭൂമി ഒരു എന്താ പറയുന്നത്, ഒരു വൃത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വൃത്തം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഗോളമാകണം നിർബന്ധമില്ല, അതൊരു ഡിസ്കും ആകാം. അപ്പോൾ എന്തുകൊണ്ടാണ് ബൈബിൾ അങ്ങനെ കൃത്യമായിട്ട് ഭൂമി ഉരുണ്ടതാണ്, സൂര്യനല്ല ഭൂമിക്ക് ചുറ്റും നടക്കുന്നത്, ഭൂമിയാണ് സൂര്യന് ചുറ്റും പോകുന്നതെന്നൊക്കെ എന്തുകൊണ്ടാണ് പറയാഞ്ഞത്? നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കിയാൽ ബൈബിൾ ഉൽപ്പത്തി വായിച്ച് നോക്കുമ്പോൾ അതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്, ഭൂമി ഒരു ചെറിയ ഗ്രഹമാണ്, അത് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു. വിചാരിച്ചോ, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗോളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വാസ്യമായി നൽകണമെങ്കിൽ തെറ്റ് അതിൽ എഴുതുകയുമില്ല, എന്നാൽ അത് പൂർണ്ണമായി ശരി വെളിപ്പെടുത്തുകയില്ല. വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. AD 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ BC 4-ാം നൂറ്റാണ്ടിൽ അല്ല 100-ല് ആരോടെങ്കിലും ഒരാളോട് ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ എന്ത് പറഞ്ഞേനെ? ഇത് പൊട്ട പുസ്തകമെന്ന് പറഞ്ഞേനെ. അല്ലെങ്കിൽ പിന്നെ ബൈബിളിനകത്ത് ഉരുണ്ടതാന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള തിയറികളെല്ലാം കൂടെ ഉൾപ്പെടുത്തേണ്ടി വന്നേനെ. അങ്ങനെയാണെങ്കിൽ ബൈബിൾ ഒരു 100-500 പേജുള്ള ഒരു വലിയ പുസ്തകമായിട്ട് മാറിയേനെ. അതുകൊണ്ട് ബൈബിളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്, ദൈവം മനുഷ്യനോട് എന്ത് സംസാരിക്കുന്നു വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവത്തിന് മനുഷ്യരോടുള്ള ഇടപാട് എന്താണ്, അതാണ് ബൈബിൾ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ശാസ്ത്രം പറയാൻ വേണ്ടി അല്ലെങ്കിലും ഇതിനകത്ത് തെറ്റുകളൊന്നും വരാതെ വളരെ സൂക്ഷിച്ചാണ് ഇതിനകത്ത് ട്രൂത്തിൻ്റെ ബാലൻസിങ് വന്നിരിക്കുന്നത്. ബൈബിൾ നെവർ മേക്സ് എ മിസ്റ്റേക്ക്. Okay, the Bible may not speak all the scientific facts as we know it today, but Bible does not make a mistake. പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകം എത്ര മഹത്വവും മനോഹരവും തെറ്റുകളില്ലാത്തതും ആണ് എന്ന് നമ്മൾ കണ്ടു. ഇത് നമ്മുടെ ഉപദേശത്തിന് വളരെ പ്രധാനമാണ്. കാരണം വേദപുസ്തകത്തിൽ അബ്സല്യൂട്ട് ട്രൂത്ത് ഉണ്ട് എന്ന് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതിന് അധികാരമുണ്ട്. ദൈവം നമ്മോട് എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കി തരാനുള്ള അധികാരം വേദപുസ്തകത്തിനുണ്ട്. സോ ബൈബിൾ ആസ് ഈസ് ഗിവൺ ടു അസ് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം, ഇൻ എനി ലാംഗ്വേജ്, അത് ദൈവം നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അവനെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവകൃപയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, എത്ര മനോഹരമായിട്ടാണ് ഈ വേദപുസ്തകം അതിൻ്റെ താളത്തിൽ ഒരുങ്ങി ഞങ്ങളുടെ മുമ്പിൽ വന്നത്. കർത്താവെ, അത് എത്ര മനോഹരമായി അവിടുന്ന് പ്രിസർവ് ചെയ്ത് ഞങ്ങൾക്ക് തന്നു. ദൈവത്തിൻ്റെ ശബ്ദം അതോറിറ്റിയോടുകൂടി ഞങ്ങളോട് സംസാരിക്കുവാൻ, ഒരിക്കലും മാറാത്ത ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ കർത്താവെ അവിടുത്തെ വില്ലെന്താണെന്ന് വെളിപ്പെടുത്തി തരുവാൻ ഈ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് വെളിപ്പെടുത്തുകയും അങ്ങയുടെ നാമത്തെ അതിലൂടെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ആഗ്രഹിക്കുകയും ചെയ്തതിനായി സ്തോത്രം. ഞങ്ങൾക്ക് നന്ദി പറയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും?